കഥയുടെ തുടക്കത്തിൽ ഒരു കുടുംബത്തിനെയാണ് കാണിക്കുന്നത്. അവർ കാറിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൽ തന്നെ ഒരു മോൻ, ഒരമ്മ, ഒരച്ഛനും ഉണ്ട്. പിന്നെ ഒരു നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ. അച്ഛനും നായ്ക്കുട്ടിയും പിന്നിൽ അങ്ങനെ കിടക്കുകയാണ്. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ട്. അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും പോകുന്ന വഴിക്ക് തന്നെ അമ്മ മോനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ABCD അതുപോലെ തന്നെ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യുകയാണല്ലോ. എന്നാൽ പെട്ടെന്നായിരിക്കും ഒരു മാൻ മുന്നിൽ ചാടുന്നത്. ഈ കാറിന്റെ മുന്നിലായിട്ട് ചാടുന്നത്. അമ്മ മോനോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധ കിട്ടാതെ ആ മാനെ കൊണ്ടുവച്ച് ഇടിക്കും. അങ്ങനെ കുറേയധികം ബ്ലഡ് കാറിന്റെ മുൻഭാഗത്തെല്ലാം ആവുകയാണ്. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ കാറിന്റെ വേഗത കൂട്ടി അങ്ങനെ പോവാണ്. മോൻ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ എങ്ങനെയൊക്കെയോ വൈപ്പറിന്റെ സ്വിച്ച് കണ്ടുപിടിച്ചിട്ട് വൈപ്പർ ഇടുകയാണ്. അപ്പൊ ഫ്രണ്ടിലുള്ള കുറച്ച് രക്തമൊക്കെ മാറിപ്പോകുന്നുണ്ട്. റോഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ കാർ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. പിന്നീട് അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ മോൻ, പിന്നെ ആ നായ്ക്കുട്ടി എല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി വന്ന് കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നേരത്തെ തട്ടിയ മാനിന് എന്ത് പറ്റിയെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു നായ്ക്കുട്ടിയില്ലേ, അത് കാട്ടിനുള്ളിലോട്ട് കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഞാൻ ഇപ്പൊ ആ നായ്ക്കുട്ടിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാടിനുള്ളിലോട്ട് കയറിപ്പോവും. കുറെ കഴിഞ്ഞിട്ടും അച്ഛൻ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. അച്ഛനെ കാണാനില്ല. അമ്മയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ നിലവിളി ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ആ നായ കരയുന്നത് പോലെ. അമ്മ എത്രയും പെട്ടെന്ന് തന്നെ പയ്യനെ പിടിച്ച് കാറിൽ കയറ്റി ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് അമ്മ അവിടെയുള്ള ആ നായനെയും അതുപോലെ തന്നെ അച്ഛനെയും തെരഞ്ഞു നടക്കും. അപ്പോഴായിരിക്കും ആ നായ കാട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നത്. പക്ഷെ വന്ന നായ്ക്ക് രണ്ട് കാലില്ല. അത് ഇഴച്ചിട്ടൊക്കെയാണ് നടന്നു വരുന്നത്. ആ നായയെ ആരോ ആക്രമിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന അമ്മ ആ നായയുടെ അടുത്ത് ചെന്നിരുന്ന് കരയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ പയ്യനും എന്തോ കണ്ട് കരയുന്നുണ്ട്. അമ്മ അമ്മ നിലവിളിക്കുമ്പോൾ അമ്മ ശ്രദ്ധിക്കുന്നില്ല. നിക്ക്, ഈ നായ്ക്ക് ഒന്നുമില്ല, ഞാനിപ്പോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴായിരിക്കും അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അച്ഛൻ അങ്ങോട്ട് വന്നതും അമ്മയ്ക്ക് എന്തോ ഓക്കാനം വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ അവിടെ നിൽക്കുന്ന കാര്യം അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കാനിച്ച് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അച്ഛന്റെ മുഖം അമ്മ കാണുകയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ അച്ഛന്റെ മുഖത്തിന്റെ പാതിയില്ല. ആരോ ആക്രമിച്ച് വലിച്ചെടുത്തോണ്ട് പോയതുപോലെ. എന്തായാലും പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടിയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ട്രിപ്പിനെയാണ്. ട്രിപ്പ് ഒരു MDMA ഡീലറിന്റെ അടുത്ത് വന്നിട്ട് MDMA വാങ്ങുന്നുണ്ട്. ആകെ 4 ടാബ്ലറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തായാലും ഇതിന് അത്ര ഡോസ് ഉണ്ടോ എന്ന് ട്രിപ്പ് ചോദിക്കുന്നുണ്ട് ആ ഒരു ഡീലറിനോട്. എന്നാൽ ഡീലർ എണീറ്റ് വന്ന് അവന്റെ മുഖം നോക്കി ഒറ്റ അടിയാണ്. അതിന് നല്ല ഡോസ് ഉണ്ടെന്ന് ട്രിപ്പ് പറയാണ്. എന്തായാലും ട്രിപ്പ് ഇതിനുള്ള പൈസ കൊടുക്കുകയാണ്. ഈ പൈസ വെക്കാനായിട്ട് ഈ ഡീലർ അവിടെ നിന്ന് മാറിപ്പോവും. അങ്ങേര് മാറിപ്പോയതും ട്രിപ്പ് എന്താ ചെയ്യുന്നത്, അവിടെ കുറച്ചധികം MDMA സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ മയക്കുമരുന്നുകളാണ്. ആ ഒരു മയക്കുമരുന്നുകളെല്ലാം പെട്ടിയോടെ എടുത്ത് ട്രിപ്പിന്റെ ബാഗിൽ തട്ടുകയാണ്. അതായത് നൈസിനങ്ങ് മോഷ്ടിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അന്നേരം ആ ഡീലർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ഡീലർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്രിപ്പ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നേരെ ചെല്ലുന്നത് കുറച്ച് ആൾക്കാരുടെ മുമ്പിലോട്ടാണ്. ഇവരെല്ലാരും കൂടെ എങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഇവരെല്ലാരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അവർ ഏരിയ 52 പോവാണ്. എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ജോലി ആവശ്യത്തിനും വേണ്ടിയിട്ട്. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ട്രിപ്പിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേര് നെൽസൺ എന്നാണ്. പിന്നുള്ളത് ഗ്രച്ചാണ്. ഗ്രച്ച് ആ ഒരു ലേഡിയാണ് കേട്ടോ. അതായത് ആ ഒരു പെൺകുട്ടി, അവളാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് കുക്കി എന്നാണ്. പിന്നെ വേറൊരാളോടുണ്ട്. അവന്റെ പേര് ജാക്ക് എന്നാണ്. എന്തായാലും എല്ലാ ആൾക്കാരും കൂടെ കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവരുടെ കൂട്ടത്തിൽ ജാക്ക് എന്ന പേരുള്ള ഒരു മനുഷ്യനില്ലേ, അങ്ങനെ കണ്ണ് കാണാനായിട്ട് പറ്റത്തില്ല. പണ്ട് എന്തോ ഒരു ആക്സിഡന്റിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. തലയുടെ പിന്നിലായിട്ട് അടി കിട്ടിയതിന് ശേഷമാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. എന്തായാലും ട്രിപ്പിന് ഇത് വലിയ കാര്യമൊന്നുമല്ല. അവൻ അങ്ങനെ കളിയാക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെ ജീവിക്കാന്നാണ് അവൻ പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് എല്ലാ ആൾക്കാരും കൂടെ കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുകയാണ്. അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി ഇവരവിടെ ഇരിക്കുകയാണ്. അവിടെ തന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ ട്രിപ്പ് ആണെങ്കിൽ ജാക്കിന് വാഷ്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ജാക്കിനെ പിടിച്ച് ലേഡീസ് ബാത്റൂമിലോട്ട് കൊണ്ടുപോവാണ്. മനഃപൂർവ്വം തന്നെ ട്രിപ്പ് അവനെ അപമാനിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അവന് കണ്ണ് കാണില്ലല്ലോ ജാക്കിന്. അതുകൊണ്ട് തന്നെ ജാക്ക് ഇതറിയാതെ ലേഡീസ് ബാത്റൂമിൽ കയറി ചെല്ലുകയാണ്. പിന്നീട് ട്രിപ്പ് അതുപോലെ തന്നെ നെൽസൺ, ഗ്രിച്ച് ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ട്രിപ്പ് നെൽസന്റെ ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇത് കണക്കൊരു ഡീലറുടെ നിന്ന് കഞ്ചാവെല്ലാം കൂടെ മോഷ്ടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഗമയിൽ സംസാരിക്കുകയാണ്. ഡീലർ അറിയാതെ മോഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. എന്നാൽ അപ്പോഴായിരിക്കും ട്രിപ്പിന്റെ ഫോണിലോട്ട് കോള് വരുന്നത്. വിളിച്ചത് മറ്റാരുമല്ല, ആ ഡീലർ തന്നെയാണ്. ഡീലർ വിളിച്ച് അവനെ വിരട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് എന്റെ എല്ലാ സാധനങ്ങളും നീ തിരിച്ചു തന്നോ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാലോ, നിന്നെ ഞാൻ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും, മര്യാദയ്ക്ക് കൊണ്ടുവന്നോന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ട്രിപ്പ് ഇത് കേട്ട് പേടിച്ചു പോകുന്നുണ്ട്. എന്തായാലും ട്രിപ്പ് നെൽസണോട് ഇത് പറയുന്നില്ല. പക്ഷെ നെൽസൺ ഒരു കാര്യം പറയുന്നുണ്ട്. നീ മോഷ്ടിച്ചോണ്ട് വന്ന ആ ഒരു ഡീലർ ഇല്ലേ, ഡീലറിന്റെ കുറെ മരുന്നില്ലേ നീ മോഷ്ടിച്ചോണ്ട് വന്ന, ആ ഡീലർ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു മനുഷ്യനല്ല, അങ്ങനെ കുറെ അധികം കൊലകൾ ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചേക്കാനായിട്ട് നെൽസൺ ഒന്ന് പറഞ്ഞിട്ട് ട്രിപ്പിനെ പേടിപ്പിക്കുന്നുണ്ട്. ട്രിപ്പിന് ഇപ്പൊ കൂടുതൽ പേടിയാവുകയാണ്. എന്തായാലും ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ കാർ എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ട്രിപ്പ് എല്ലാരോടും കൂടെ പറയുന്നുണ്ട്
പറയുന്നുണ്ട്, എന്റെ കയ്യിൽ കുറച്ചധികം മയക്കുമരുന്നുണ്ട്, ഒരു 100 പേർക്ക് കൊടുക്കാനുള്ള മയക്കുമരുന്നുണ്ട്, ആർക്കൊക്കെ വേണമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഗ്രച്ചിന് ദേഷ്യം വരും. എന്താടാ നിന്റെ മയക്കുമരുന്നുണ്ടോ, നീ ഇവിടെ ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് കാർ ഒരു സൈഡിൽ ഒതുക്കുന്നുണ്ട്. എന്നിട്ട് ട്രിപ്പിനോട് കാറിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ്, അല്ലെങ്കിൽ ആ ഒരു മയക്കുമരുന്ന് എടുത്ത് കളയാനും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കളയാനൊന്നും പറ്റത്തില്ല, അത് ലക്ഷങ്ങളുടെ വിലയുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ കളയത്തില്ല എന്ന് പറയും. എന്നാ പിന്നെ നീ കളയണ്ട, നീ ആരെങ്കിലും വിളിച്ചിട്ട് നീ വേറെ വണ്ടിയിൽ വന്നാൽ മതി, എന്റെ കൂടെ വരണ്ട, ഇങ്ങനെയുള്ള കഞ്ചാവുകളെയൊന്നും ഞാൻ കൂടെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് പുറത്തിറങ്ങി ആരെങ്കിലും വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അവനും പുറത്തിറങ്ങി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആരുമില്ല, അതായത് സിഗ്നൽ ഇല്ല, വിളിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ ഇതിന്റെ ഇടയിൽ കുക്കി എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, അവളൊന്ന് വാഷ്റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട്. അവിടെ കുറെ കാടുകളില്ലേ, അതിന്റെ ഇടയിലോട്ടാണ് കയറി പോകുന്നത്. എന്തായാലും ഇപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നത്. എന്തോ ഒരു അദൃശ്യ ശക്തി ഇവരുടെ ദേഹത്തെല്ലാം തട്ടി പോകുന്നത് പോലെ ഒരു കുലുക്കം സംഭവിച്ചു. എന്നാൽ എന്താണ് സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല. അതുപോലെ മറ്റേ പെൺകുട്ടി മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ട്രിപ്പിന് സിഗ്നൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വിളിക്കാനായിട്ട് പറ്റുന്നില്ല. തൽക്കാലം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഗ്രച്ച് അവനെ കൂടെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. എല്ലാ ആൾക്കാരും കൂടെ വണ്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവാണ്. എന്തായാലും ട്രിപ്പിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഗ്രച്ച് പ്ലാൻ ഇടുന്നില്ല. എന്തായാലും നടുറോട്ടി ഇറക്കി വിടുന്ന അത്ര ശരിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ ഇറക്കി വിടാന്ന് വിചാരിച്ചിട്ട്, അതായത് അവിടെ തന്നെ ഹോട്ടലൊക്കെ കാണും, അവിടെ ഇറക്കി വിടാന്ന് വിചാരിച്ചിട്ട് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ട്രിപ്പിനെ അവിടെ ഇറക്കാണ്. പിന്നീട് ഗ്രച്ചും ബാക്കിയുള്ള ആൾക്കാരും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് കാറ് നിന്ന് പോകുന്നുണ്ട്. പെട്രോൾ തീർന്നിട്ടാണ് നിന്ന് പോകുന്നത്. വീണ്ടും കാർ സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുമെങ്കിലും നടക്കത്തില്ല, അതുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ട്രിപ്പ് വന്നിട്ട് ആ കാറെല്ലാം പരിശോധിക്കുകയാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ പെട്രോൾ ടാങ്ക് ലീക്ക് ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗ്രച്ചിനോട് ടേപ്പ് ചോദിക്കും. വണ്ടിയുടെ പിറകിലുള്ള ഒരു ടേപ്പ് എടുത്തുകൊണ്ട് വന്ന് ട്രിപ്പിന്റെ കൊടുക്കുമ്പോൾ ട്രിപ്പ് ആ ടേപ്പ് വെച്ച് പെട്രോൾ ടാങ്കിലുള്ള ലീക്ക് എല്ലാം ഒട്ടിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ട്രിപ്പാണ് ആ വണ്ടി ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ശരിയാക്കി കൊടുത്തപ്പോൾ ഗ്രച്ചിന് അവനോട് പാവം തോന്നുകയാണ്. അവനോട് ക്ഷമ പറയുന്നുണ്ട്. അവനെ നടു റോഡിൽ ഇറക്കി വിടാൻ നോക്കിയതും ഇവിടെ ഇറക്കി വിടാൻ നോക്കിയതായിട്ടുള്ള ആ ഒരു ക്ഷമ പറയുന്നുണ്ട്. ഈ നേരെയെല്ലാം നെൽസണും അതുപോലെ തന്നെ കുക്കിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. കുക്കി ആണെങ്കിൽ അവളുടെ ചെറിയൊരു ടാബ്ലറ്റ് ഉണ്ട്. നേരത്തെ അവന്റെ അടിച്ചു മാറ്റിയ ആ ഒരു ഗുളിക തന്നെയാണ്. ആരുടെ നമ്മുടെ ട്രിപ്പിന്റെ അടിച്ചു മാറ്റിയ ആ ഒരു മയക്കുമരുന്ന് തന്നെയാണ്. അതെടുത്ത് കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ അവൾക്ക് എന്തോ ചുമ പോലെ വരുവാണ്. പക്ഷെ അങ്ങനെ വരാനുള്ളതല്ല, എന്തോ പറ്റിയിട്ടുണ്ട് അവൾക്ക്. ഇതിനുശേഷം എല്ലാ ആൾക്കാരും കൂടെ തൊട്ടടുത്തുള്ള ആ ഒരു ഹോട്ടലിൽ കയറി ചെല്ലുകയാണ്. എന്നാൽ അവിടെ കയറി ചെന്ന് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആരുമില്ല. പക്ഷെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെച്ചേക്കുന്നത് പോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനുള്ളിലുള്ള ആൾക്കാരെല്ലാരും അവിടെ പോയെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല, എന്താ പറ്റിയെന്നും അറിയത്തില്ല. അങ്ങനെ അന്നത്തെ രാത്രിയാവുകയാണ്. രാത്രിയാവുന്ന നേരത്തെ ഇവരെല്ലാരും കൂടെ കുറെ അധികം സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് സിഗ്നൽ കിട്ടാനായിട്ട് കാറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ആര് നമ്മുടെ ട്രിപ്പാണ് കയറി നിൽക്കുന്നത്. എന്തൊക്കെയോ കമ്പിയൊക്കെ പിടിച്ചിട്ട്. ബാക്കിയുള്ള ആൾക്കാർ കാറിന്റെ റേഡിയോ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കും. പക്ഷെ ഒരു സിഗ്നലും കിട്ടുന്നില്ല. ആരെയും കാണാനും ഇല്ല, സിഗ്നലും കിട്ടുന്നില്ല. എന്താ പറ്റിയെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള പെട്രോൾ കിട്ടിയിട്ടില്ല. ഈ പെട്രോൾ പമ്പിൽ പെട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരാതെ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എല്ലാരും കൂടി ഇന്ന് രാത്രി ഇവിടെ കിടക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ കുക്കിയും അതുപോലെ തന്നെ മറ്റേ ജാക്കൂടയിലെ, അതായത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആ ഒരു മനുഷ്യൻ, അവർ രണ്ടുപേരും കൂടി ഒരു റൂമിൽ പോയി കിടക്കുകയാണ്. കുക്കിക്ക് അവനെ വിശ്വാസമാണ്, അവൻ ഉപദ്രവിക്കത്തൊന്നുമില്ലല്ലോ. എന്തായാലും ജാക്ക് ഒരു പാവമെന്ന് മനസ്സിലാക്കിയിട്ടാണ് കുക്കി എപ്പോഴും ജാക്കിന്റെ കൂടെ നടക്കുന്നത്. അവന് കണ്ണ് കാണില്ലല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാലോ. അപ്പോഴായിരിക്കും കുക്കിക്ക് ബെഡിന്റെ സൈഡിൽ നിന്നൊരു ബുക്ക് കിട്ടുന്നത്. ആ ബുക്ക് അവൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആരൊക്കെ കുത്തി കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെല്ലാം ബ്ലഡും പറ്റിയിരിപ്പുണ്ട്. ഈ ബുക്കിൽ എങ്ങനെ ബ്ലഡ് പറ്റിയെന്ന് അവൾക്ക് അറിയത്തില്ല. എന്തായാലും ആ ഒരു കൺഫ്യൂഷനിൽ അവൾ അവിടെ ഇരിക്കുകയാണ്. ജാക്കിനോട് വിവരം പറയുന്നില്ല. ഇതേ നേരം തന്നെ നെൽസണും അതുപോലെ തന്നെ ട്രിപ്പും കൂടെ ആ ഒരു ഹോട്ടലിന്റെ പുറത്ത് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്തായാലും ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കിയിട്ട് അങ്ങനെ അവന്മാർ ഒരു സ്റ്റോർ റൂം കണ്ടെത്തുന്നുണ്ട്. കുറെ അധികം സാധനങ്ങളൊക്കെ പറക്കി വെച്ചേക്കുന്ന ഒരു സ്റ്റോർ റൂം. അതിന്റെ അകത്ത് കയറി വന്നിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുകയാണ്. അതിനുള്ളിൽ തന്നെ കുറെ അധികം എലികൾ ചത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു മാന കൊന്നിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ഷെൽഫിന്റെ മുകളിലായിട്ട്. ഇത് കണ്ട് നെൽസൺ ഓക്കാനും വരുന്നുണ്ട്. പക്ഷെ വീണ്ടും അവർ അതിനുള്ളിൽ പരതുകയാണ്. എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ ഉപയോഗമുള്ള സാധനങ്ങളോ പെട്രോളോ വല്ലതും കിട്ടിയാലോ. പക്ഷെ ഒന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ കുക്കി ആണെങ്കിൽ ജാക്കിനോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ജാക്ക് അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുകയാണ് സൈഡിൽ നിന്ന്. അങ്ങനെ അവൻ പതിയെ എണീറ്റിട്ട് തപ്പി തടഞ്ഞ് നടന്നു പോയിട്ട് ശബ്ദം കേട്ട റൂം തുറന്ന് നോക്കുകയാണ്. പക്ഷെ ഒന്നും കാണാനായിട്ടില്ല, കാരണം അവന് കാഴ്ചയില്ല. അവൻ അകത്തോട്ട് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി ഇരിപ്പുണ്ട്. ഏത് ലേഡിയാണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫാമിലിയെ കണ്ടില്ലേ, അതിനകത്തുള്ള ആ അമ്മ തന്നെ. അവരിരുന്നിട്ട് ആ ഡെസ്കിൽ എന്തോ കുത്തിക്കുറുകയാണ്. എനിക്ക് എന്റെ മോൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ വായിലെല്ലാം എന്തോ പറ്റിയിട്ടുണ്ട്, ആരൊക്കെയോ വലിച്ചു കീറിയതുപോലെ. എന്നാൽ ഇത് ജാക്കിന് കാണാനായിട്ട് പറ്റില്ലല്ലോ. അവൻ ഹലോ പറഞ്ഞു നോക്കിയിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. വീണ്ടും നെൽസണെയും അതുപോലെ തന്നെ ട്രിപ്പിനെയും കാണിക്കുമ്പോൾ എമ്മ രണ്ടുപേരും കൂടെ ആ സ്റ്റോർ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഇറങ്ങി പോവാണ്. പെട്ടെന്നായിരിക്കും ട്രിപ്പിന്റെ ദേഹത്ത് ആരോ വന്ന് പിടിക്കുന്നത്. അവൻ പേടിച്ച് നല്ല രീതിയിൽ ചീത്ത പറയും. പക്ഷെ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അത് കണ്ണ് കാണാത്ത ജാക്കാണ്. ജാക്കിനെ കാണുമ്പോൾ ട്രിപ്പിന് ദേഷ്യം വന്നിട്ട് ജാക്കിനെ പിടിച്ചു തള്ളുന്നുണ്ട്. എന്നാൽ ജാക്ക് ട്രിപ്പിനെ പിടിച്ചു വെക്കുകയാണ്. ജാക്കിന് കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ, മാർഷൽ ആർട്സ് ഒക്കെ അറിയാം. എന്തായാലും വലിയ രീതിയിൽ അടിയൊന്നും ആവുന്നില്ല. രണ്ടുപേരും തൽക്കാലത്തേക്ക് അവിടെ നിന്ന്
പോവാണ്. അതുപോലെ ട്രിപ്പ് നെൽസണോട് പറയുന്നുണ്ട്, നീ പോയിട്ട് ബാക്കിയുള്ള 2 പെമ്പിള്ളാരൊന്ന് നോക്കിക്കോ, ഞാൻ ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരെ തന്നെ ആ 2 പെമ്പിള്ളാര്, അതായത് കുക്കിയും ഗ്രച്ചും കൂടെ ആ ബുക്ക് ഇരുന്ന് അങ്ങനെ നോക്കുകയാണ്. കുക്കി ആ ബുക്ക് കൊണ്ടുവന്ന് ഗ്രച്ചിനെ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അതിനകത്തെല്ലാം ബ്ലഡ് ഇല്ലേ. പക്ഷേ കുക്കിക്കും ഗ്രച്ചിനും സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും നമ്മളെ പറ്റിക്കാനായിട്ട് അങ്ങനെ ചെയ്തു വെച്ചാണെന്നാണ് ഗ്രച്ച് പറയുന്നത്. അപ്പോഴായിരിക്കും അങ്ങോട്ട് നെൽസണും അതുപോലെ തന്നെ ജാക്കും കൂടെ വരുന്നത്. നെൽസൺ വന്നിട്ട് ഈ 2 പെമ്പിള്ളാരെ നോക്കുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ രണ്ടുപേരും സേഫ് ആണ്. ഇതിനുശേഷം നെൽസൺ പുറത്തോട്ടിറങ്ങി പോകുമ്പോൾ ജാക്ക് അവനോട് വന്ന് മിണ്ടുന്നുണ്ട്. അപ്പൊ നെൽസന് പാവം തോന്നിയിട്ട് ജാക്കിനെ കൂടെ കൂട്ടാണ്. രണ്ടുപേരും ഇപ്പം നല്ല കൂട്ടുകാരായിട്ടുണ്ട്. എന്തായാലും പിന്നീട് അവർ 4 പേരും, അതായത് ആ 2 പെമ്പിള്ളാരും ഇവന്മാർ രണ്ടുപേരും കൂടെ പുറത്തിരുന്നിട്ട് അവരുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ കഴിക്കുന്ന നേരത്ത് ഓരോ കഥകൾ പറയുന്നുണ്ട്. അതും പ്രേത കഥകളാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ നെൽസൺ ഒരു കഥ പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയപ്പോൾ അവരെ വേട്ടയാടാനായിട്ട് വേറൊരു സൈക്കോ വന്നിട്ടുണ്ടായിരുന്നു. സൈക്കോ എല്ലാരെയും വെട്ടിയാണ് കൊന്നതെന്ന്. ഇത് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കുക്കി ഉണ്ടല്ലോ, അവൾ ആ ഒരു ഹോട്ടലിനുള്ളിലായിട്ട്, അതായത് ആ ഹോട്ടലിൽ കുറച്ചധികം റൂമൊക്കെ ഉണ്ട് കേട്ടോ, ആ ഹോട്ടലിന്റെ ഉള്ളിലായിട്ട് ഒരാൾ അങ്ങനെ നിൽപ്പുണ്ട്. ഇത് കണ്ടിട്ട് അവൾ ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. ബാക്കിയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പൊ വന്ന ആ രൂപത്തിനും കാണാനായിട്ടില്ല. എന്തായാലും അവൾക്ക് സംശയമായതല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നെൽസണും അതുപോലെ തന്നെ കുക്കിയും കൂടെ ആ ഹോട്ടലിനുള്ളിലോട്ട് പോവാണ്. ഇതേ നേരം ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും കൂടെ പുറത്തിരിപ്പുണ്ട്. ഇപ്പൊ നെൽസണും കുക്കിയും കൂടെ അകത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു രൂപമൊന്നും അവിടെ ഇല്ല. അതുപോലെ അവിടെ മദ്യ കുപ്പി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുടിക്കാന്ന് വിചാരിച്ചിട്ട് നെൽസൺ ഒരു കുപ്പി എടുക്കുകയാണ്. കുക്കിക്ക് കൂടെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്ന നേരത്ത് അവന്റെ പിന്നിലായിട്ട് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പയ്യനെ കണ്ടില്ലായിരുന്നോ, ആ കുടുംബത്തിലെ പയ്യൻ, അവൻ ചോരയൊക്കെ ഒലിപ്പിച്ച് അങ്ങനെ നിൽപ്പുണ്ട്. എന്നാൽ കുക്കി നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൻ അവിടെ നിന്ന് മാഞ്ഞു പോയി. എന്തായാലും ആ ചെറുക്കൻ അവരോ ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല, അത് അവിടെ നിന്ന് മാഞ്ഞു പോയല്ലോ. അവരത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ കുടിക്കുകയാണ്. ഇതേ നേരം തന്നെ ട്രിപ്പിനെ കാണിക്കുമ്പോൾ അവൻ ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് നോക്കി അങ്ങനെ സ്കേറ്റ് ബോർഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കാർ ഒതുക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ ആ കാറിൽ ആരുമില്ല, കാർ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ അവൻ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു ഫോൺ ബൂത്ത് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ ആ ഫോൺ ബൂത്തിൽ ചെന്നിട്ട് പുറത്തോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ സിഗ്നൽ ഇല്ല, കോള് പോകുന്നില്ല. എന്തായാലും വിളിച്ചിട്ട് കോള് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ഡ്രഗ് ഡീലർ അങ്ങോട്ട് വരുന്നത്. ഡ്രഗ് ഡീലറിന്റെ കാറായിരുന്നു അത്. ഡ്രഗ് ഡീലർ കാറിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ട്രിപ്പിനെ അടിക്കാനായിട്ടാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ട്രിപ്പിന്റെ ഒരു തോക്കുണ്ടായിരുന്നു, അതായത് ഒരു ഫ്ലെയർ ഗണ്ണാണ്. ആ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ലെയർ ഗണ്ണാണ്. അതെടുത്ത് അവന് നേരെ കാണിച്ചിട്ട് ട്രിപ്പ് അവിടെ നോടാനായിട്ട് തുടങ്ങും. മറ്റവൻ ജാക്കിയൊക്കെ എടുത്ത് അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ആര്? ഈ ഡ്രഗ് ഡീലർ. പക്ഷേ ഇത് കണ്ട് പേടിച്ചിട്ട് ട്രിപ്പ് അവിടെ നോടിപ്പോയി. ഇതേ നേരം തന്നെ ഗ്രച്ചിനെയും ജാക്കിനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും പുറത്തൊറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഗ്രച്ച് അവളുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അവൾക്കൊരു സംശയമുണ്ട്, അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്യുകയാണോ എന്ന്. എന്തായാലും അത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന വഴിയാണ്. പക്ഷെ ഇവിടെ കുടുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഗ്രച്ച് ബോയ് ഫ്രണ്ടിനെ കാണാൻ വരുന്നെന്നുള്ള കാര്യം ബോയ് ഫ്രണ്ടിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ട് അവളെ തേടി വരാനായിട്ടും പോകുന്നില്ല. അങ്ങനെ ആ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ട്രിപ്പിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ഡീലർ അറിയാതെ ഒരു ബാത്റൂമിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അവിടെ ഒരു ജനലുണ്ട്, അതുവഴി പുറത്തു പോകാനായിട്ട് പറ്റും. എന്നാൽ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് ശ്രമിച്ചാൽ അവൻ ചവിട്ടി നിൽക്കുന്നത് ഫ്ലഷിന്റെ മേലെയാണ്. അപ്പൊ ശബ്ദം കേൾക്കും അതിൽ ചവിട്ടി കയറി പോവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അന്നേരമായിരിക്കും ആ ഡ്രഗ് ഡീലർ ബാത്റൂമിനുള്ളിലോട്ട് കയറി വരുന്നത്. പക്ഷേ അവൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രഗ് ഡീലറിന് ട്രിപ്പ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ട്രിപ്പ് ഒന്നും ചിന്തിക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ ജനലിൽ ചാടി അപ്പുറത്തോട്ട് പോവാണ്. അന്നേരം ക്ലോസറ്റ് ഫ്ലഷ് ആവുന്നുണ്ട്, അതിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നോടുകയാണ്. വീണ്ടും ഗ്രച്ചിനെയും അതുപോലെ തന്നെ ജാക്കിനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും പുറത്തിരിപ്പുണ്ട്. ഇതൊരു കുക്കീനെയും അതുപോലെ തന്നെ നെൽസനെയും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗ്രച്ച് അവർ രണ്ടുപേരും അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രച്ച് ശല്യപ്പെടുത്തുന്നില്ല, തിരിച്ച് ജാക്കിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതേ നേരം തന്നെ വീണ്ടും ട്രിപ്പിനെ കാണിക്കുമ്പോൾ അവൻ ആ റോഡിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രഗ് ഡീലറിന്റെ പിടിപെടാതിരിക്കാനായിട്ട്. അങ്ങനെ ഓടുമ്പോൾ ദൂരെ നിന്നൊരു കാറ് വരുന്നത് കാണുന്നുണ്ട്, അതിന്റെ വെളിച്ചം കാണുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തൊട്ട് സൈഡിലായിട്ടുള്ള ഒരു പാടത്ത് കയറി അവൻ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പം വന്ന ആ വണ്ടിക്കാരൻ അവനെ കണ്ടിട്ടുണ്ട്. വണ്ടി ഒരു സൈഡിൽ നിർത്തുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊരു ഡ്രഗ് ഡീലർ ഒന്നും അല്ല, അത് ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ട്രിപ്പിനോട് പുറത്തോട്ട് വരാനായിട്ട് പറയും. ട്രിപ്പും പുറത്തോട്ട് വരികയാണ്. എന്തായാലും ട്രക്ക് ഡ്രൈവർ പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ട്രിപ്പ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ട്രക്ക് ഡ്രൈവർ ട്രിപ്പിന് എവിടെയാണോ പോകേണ്ടത് അങ്ങോട്ട് കൊണ്ടാക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ട്രിപ്പ് വേണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവറിന്റെ ഭാര്യനെ കാണാതെ പോയിട്ടുണ്ട്. ഭാര്യയും ഇയാളും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രിപ്പിന് വന്നത്. ഭാര്യയെ കാണാനില്ല, അതുകൊണ്ട് തന്നെ ഭാര്യ അന്വേഷിച്ചിറങ്ങിയാന്ന് പറയുന്നുണ്ട്. കൂടെ വരുവാണെങ്കിൽ ട്രിപ്പിന് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടാക്കാന്ന് പറയുന്നുണ്ട്. ആദ്യമൊന്നും ട്രിപ്പ് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ട്രിപ്പ് അങ്ങേരുടെ കൂടെ കയറി പോവാണ്. അതുപോലെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണെങ്കിൽ പെട്രോൾ തീർന്നിട്ട് അവരും ആ ഒരു ഹോട്ടലിൽ എനിക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ട്രിപ്പ് ട്രക്കിന്റെ റേഡിയോ സിഗ്നൽ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ട് സിഗ്നൽ കിട്ടുന്നില്ല. ഈ
സിഗ്നലിന് എന്താ പറ്റിയെന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള ആരെയും കാണാനില്ലല്ലോ, ആ ഹോട്ടലിൽ ആരും ഇല്ല, എവിടെ പോയെന്നൊന്നും അറിയത്തില്ല, റോഡിൽ വന്ന സമയത്തും ആരെയും കാണാനില്ല. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്തായാലും അവർ ആ ട്രക്ക് എടുത്തിട്ട് നേരെ ആ ഒരു ഹോട്ടലിൽ ചെല്ലുകയാണ്. അവിടെ തന്നെ ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും കൂടി ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അവരെ കണ്ടതും ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ കാര്യങ്ങൾ പറയാണ്. ഡ്രൈവറിന്റെ ഭാര്യയെ കാണാതെ പോയി, അതുപോലെ ഒരു പെട്രോൾ തീർന്നിട്ട് ഇവിടെ നിൽക്കുന്ന കാര്യവും പറയുന്നുണ്ട്. എന്തായാലും ട്രിപ്പ് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ഡ്രൈവറിനെ ട്രക്കിനുള്ളിലോട്ട് കയറ്റി വിടുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രക്കിനുള്ളിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറയുന്നത്. ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും കൂടെ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ട്രിപ്പ് അവന്റെ സാധനങ്ങൾ എടുക്കാനായിട്ട് ഹോട്ടലിൽ കയറി ചെല്ലുന്നുണ്ട്. നേരെ ചെല്ലുന്നത് നെൽസണും അതുപോലെ തന്നെ കുക്കിംഗ് കിടക്കുന്ന റൂമിലാണ്. അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഉമ്മ വെച്ച് റൂം വരെ എത്തിയിട്ടുണ്ട്. അവിടെ വന്ന് കൊട്ടുമ്പോൾ ഇവരൊന്ന് ഡിസ്ട്രാക്ട് ആയി പോവാണ്. എന്തായാലും ട്രിപ്പിന് റൂം തുറന്നു കൊടുക്കുന്നുണ്ട്. ട്രിപ്പ് അകത്ത് കയറിയിട്ട് അവന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവരോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, പുറത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവർക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ ട്രിപ്പ് തെളിച്ച് കാര്യങ്ങൾ പറയുന്നുമില്ല. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കുക്കിയും അതുപോലെ തന്നെ നെൽസണും കൂടെ വീണ്ടും ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവൻ അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, അതായത് ട്രിപ്പ് അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് പോകുമ്പോൾ അവിടെ തന്നെ കുറേയധികം വേസ്റ്റ് ബിൻസ് ഉണ്ട്. അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണെന്ന് ചെന്ന് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അങ്ങേരുടെ ദേഹത്ത് രക്തമൊക്കെ പറ്റിയിരിപ്പുണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത്, അങ്ങേരെ വലിച്ച് പുറത്തോട്ട് കയറ്റും രക്ഷിക്കാനായിട്ട്. എന്നാൽ അങ്ങേർക്ക് പാതി ശരീരം ഇല്ല. ഇപ്പൊ ഈ പാതി ശരീരം ഇല്ലാത്ത മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അങ്ങേര് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. അതായത് രണ്ട് കൈ വെച്ച് വലിഞ്ഞു മാറിപ്പോവും. ഇത് കണ്ട് നെൽസൺ ഒരുപാട് പേടിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നേരെ സ്റ്റോർ റൂമിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ക്യാൻ എടുക്കുന്നുണ്ട്, പെട്രോളൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻ. അതും എടുത്തിട്ട് നേരെ ട്രക്ക് ഡ്രൈവറിനെ ചെന്ന് കാണും. അങ്ങേര് എന്തോ കാട്ടിൽ ലൈറ്റ് അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ട്രിപ്പ് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നില്ല. ട്രിപ്പിന് സംശയം തോന്നിയിട്ട് നേരത്തെ ആ പാതി മനുഷ്യനെ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളാണോ അങ്ങേർക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ട്രക്ക് ഡ്രൈവർ പറയും എനിക്കറിയത്തില്ല, ഞാനും അങ്ങനെ കുറെ പാതി മനുഷ്യരെ കണ്ടു, ഇവിടെ എന്താണ് നടക്കുന്നത്. അപ്പൊ ട്രക്ക് ഡ്രൈവറും ഒന്നും ചെയ്തിട്ടില്ല. അത് ട്രിപ്പിന് മനസ്സിലായി. എന്തായാലും ട്രക്ക് ഡ്രൈവർ ഇവന് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്, ഇവൻ ആക്രമിക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവൻ ആക്രമിക്കുന്നൊന്നുമില്ല. ട്രക്ക് ഡ്രൈവറിനോട് കുറച്ച് പെട്രോൾ ചോദിക്കും, കാറിൽ ഒഴിച്ചു പോകാനായിട്ട്. ഡീസലാണ് കേട്ടോ, മറ്റേ കാറും ഡീസലാണ്. എന്തായാലും അങ്ങേര് പറയും അത് തരാനായിട്ട് പറ്റത്തില്ല, കാരണം എനിക്ക് എന്റെ ഭാര്യനെ അന്വേഷിക്കാനുള്ളതാണ്. ഇതും പറഞ്ഞിട്ട് അങ്ങേര് അവിടെ നിന്ന് മാറിപ്പോവാണ്. മാറിപ്പോകുന്ന നേരത്തും അങ്ങേർക്ക് നല്ല രീതിയിൽ നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങേര് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ട്രക്കിനുള്ളിലോട്ട് കയറി പോവാണ്. എന്തായാലും ഇപ്പൊ ട്രിപ്പ് തിരിച്ച് റൂമിൽ വരുന്നുണ്ട്. അതായത് ഗ്രച്ചൊക്കെ നിൽക്കുന്ന റൂമിൽ അവിടെ വന്ന് ഗ്രച്ചിനെ കാണുന്നുണ്ട്. എന്നാൽ ട്രിപ്പ് കണ്ട കാര്യങ്ങൾ ഗ്രച്ചിനോട് പറയുന്നില്ല. ഇനി അവളെ കൂടെ പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഗ്രച്ച് അവിടെ നിന്ന് ഉറങ്ങാനായിട്ട് പോവാണ്. ഇതേ നേരം തന്നെ ട്രക്കിനുള്ളിലുള്ള ആ ഒരു ഡ്രൈവറിനെ കാണിക്കുമ്പോൾ അങ്ങേര് ട്രക്കിനുള്ളിലുണ്ട്. ട്രക്കിനുള്ളിൽ എന്തോ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ട്. ഇങ്ങേർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രക്കിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഫാൻ ഉണ്ട്, ഒരു എക്സോസ്റ്റ് ഫാൻ. അത് ഓണാക്കും. എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുമല്ല ഇങ്ങേരുടെ ചുറ്റും എന്തോ ഒരു അദൃശ്യ ശക്തി ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഇങ്ങേരിപ്പം നെഞ്ചുവേദന എടുത്തിട്ട് താഴെ തളർന്നു വീഴുകയാണ്. അങ്ങനെ അങ്ങേര് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ മരണപ്പെടുന്ന നേരത്ത് അങ്ങേര് പല കാര്യങ്ങളും അവസാനമായിട്ടൊന്ന് കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ ഓർമ്മകളാണ് ഇങ്ങേര് കാണുന്നത്. ഇപ്പൊ ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും കൂടെ പുറത്ത് രണ്ട് ടെന്റ് കെട്ടി അവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും കൂടെ പുറത്ത് കിടന്നാണ് ഉറങ്ങാൻ പോകുന്നത്. ഇപ്പൊ രണ്ടുപേരും നല്ല കൂട്ടാണ് കേട്ടോ. എന്തായാലും ഹോട്ടലിനുള്ളിൽ കിടന്നുറങ്ങാനായിട്ട് ഇവർക്ക് മനസ്സ് വരുന്നില്ല. കാരണം ഹോട്ടലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആരെയും കാണാനൊന്നുമില്ലല്ലോ. ഇതേ നേരം തന്നെ ട്രിപ്പിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ക്യാനും എടുത്ത് അതുപോലെ തന്നെ ഒരു ഓസും എടുത്ത് ട്രക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ട്രക്കിന്റെ അടുത്ത് വന്നിട്ട് അവൻ അതിന്റെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് തുറക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഡീസൽ ഊറ്റിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ അവൻ തുറന്ന സംഭവം മാറിപ്പോയിട്ടുണ്ട്. അത് ഈ ട്രക്കിനുള്ളിലുള്ള ബാത്റൂമിൽ പോയ വെള്ളമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അതിൽ നിന്ന് അവൻ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അത് വലിച്ചു കുടിക്കുകയാണ് അവൻ. അവസാനം അവൻ അത് തുപ്പിക്കളയുന്നുണ്ട് ചുമച്ച്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡീസൽ ടാങ്കിൽ വന്നിട്ട് അവൻ ആ ഒരു ഓസ് ഇട്ടിട്ട് അത് വലിച്ചെടുക്കുന്നുണ്ട്. ഡീസൽ വലിച്ചെടുക്കുന്നുണ്ട്. അവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ട്രക്ക് ഡ്രൈവർ അറിയാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവനറിയത്തില്ല അങ്ങേര് മരണപ്പെട്ടു പോയെന്നുള്ള കാര്യം. എന്തായാലും അതും മോഷ്ടിച്ചിട്ട് പതി അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴായിരിക്കും അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് ചാടി കയറി എടുക്കുകയാണ്. കാരണം ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു സൈഡിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് ശബ്ദം കേൾക്കുന്നില്ല. എന്തൊക്കെയോ മുറുമുറുപ്പാണ് കേൾക്കുന്നത്, ആരും സംസാരിക്കുന്നില്ല. അതുമല്ല അവൻ അവിടെ ഇരുന്നിട്ട് മുമ്പോട്ട് നോക്കുമ്പോൾ ആ ഒരു ഡ്രഗ് ഡീലറിനെ അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡ്രഗ് ഡീലർ ദേഹത്തെല്ലാം ചോരയൊക്കെ പറ്റിച്ച് അവിടെ അങ്ങനെ നിപ്പുണ്ട്. പക്ഷെ ട്രിപ്പ് അവനെ കണ്ടെന്ന് മനസ്സിലാക്കിയതും ആ ഡീലർ അവിടെ നിന്ന് ഓടി മാറിപ്പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ കുക്കിയും അതുപോലെ തന്നെ നെൽസണും കൂടെ കട്ടിലിൽ കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ ഉരുളുന്ന നേരത്ത് ഇവരെ നോക്കിക്കൊണ്ട് ആ ഡ്രഗ് ഡീലർ അവിടെ നിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് എന്തോ സംശയം തോന്നിയിട്ട് ഇവര് ഡ്രഗ് ഡീലർ നിൽക്കുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഡ്രഗ് ഡീലറിനെ കാണാനില്ല. എന്നാൽ അവിടെ ആയിട്ടുള്ള ഒരു ഡോറ് തുറന്നു കിടപ്പുണ്ട്, പുറത്തോട്ടുള്ള ഡോറ്. ഇത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് തന്നെ പോയി ഡോർ അടയ്ക്കുകയാണ്. ആര്? നെൽസൺ. ഇവർക്ക് അറിയത്തില്ല ആ ഡോർ എങ്ങനെയാണ് തുറന്നതെന്ന്. പക്ഷെ അതുപോലെ ആ ഒരു ഡ്രഗ് ഡീലറിനെയും ഇവർ കണ്ടിട്ടില്ല അവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോ ഡ്രഗ് ഡീലർ അവിടെ നിന്നോന്ന് പോലും അറിയാനായിട്ട് പാടില്ല. എന്തായാലും ഇതേ നേരം ട്രിപ്പ് അവന്റെ ഫോണും ഒരു ഹെഡ്സെറ്റും എടുത്തിട്ട് അവിടെ എല്ലാം സിഗ്നൽ തേടി നടക്കുകയാണ്, ആരെങ്കിലും കോൾ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
ബിൽഡിങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് അവിടെ എല്ലാം അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സിഗ്നൽ തപ്പി അതിന്റെ മുകളിലൂടെ അങ്ങനെ നടക്കുമ്പോഴായിരിക്കും പിന്നിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു വലിയ രൂപം വലിയൊരു കത്രികയും പിടിച്ച് അവന്റെ പിന്നിൽ അങ്ങനെ നിൽപ്പുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കുക്കീനെയും അതുപോലെ തന്നെ നെൽസനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ വീണ്ടും ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പതിയെ അവള് റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നാൽ നെൽസൺ കൂടെ പോകുന്നില്ല. അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ കിടക്കുകയാണ്. ഇവളിപ്പോ പതിയെ ഇറങ്ങിയിട്ട് പുറത്തു വന്നൊരു സ്ഥലത്തിരിക്കുകയാണ്. എന്നാൽ എന്തൊക്കെയോ ശബ്ദം സൈഡിലായിട്ടുള്ള ഒരു ചെറിയ ബിൽഡിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതൊരു ബാത്റൂം ആണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ബാത്റൂമിൽ പോകാന്ന് വിചാരിച്ചിട്ട് അവൾ പതിയെ ആ ബാത്റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. അത് പഴയ ഒരു ബാത്റൂമാണ് കേട്ടോ. അങ്ങനെ അവൾ ക്ലോസറ്റ് കണ്ടെത്തിയിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് പഴയ കാല ക്ലോസറ്റ് ആണ് കേട്ടോ. എന്തായാലും അവൾ അവിടെ ഇരിക്കുമ്പോൾ എന്തോ രീതിയിലുള്ള സ്മെല്ല് അടിക്കുന്നുണ്ട്. പക്ഷെ അത് സാധാരണ രീതിയിലുള്ള സ്മെല്ലൊന്നുമല്ല. അവളെ കൊണ്ട് അത് താങ്ങാനും പറ്റുന്നില്ല. അപ്പോഴായിരിക്കും അവളുടെ ശരീരത്ത് ബ്ലഡ് തുള്ളികൾ കിടക്കുന്നത് അവൾ കാണുന്നത്. പതിയെ തൊട്ട് നോക്കുമ്പോൾ അത് ബ്ലഡ് തന്നെയാണ്. പെട്ടെന്നായിരിക്കും അവളുടെ മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നത്. ആ ബ്ലഡ് അവളുടെ ദേഹത്തെല്ലാം ആവുകയാണ്. എന്തായാലും ഇത് കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ ക്ലോസറ്റിനുള്ളിലോട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നത്. അവളും അതിനകത്ത് വീണു പോവുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ വലിഞ്ഞു കയറി പുറത്തോട്ടുള്ള ഡോറ് വന്ന് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഡോറ് തുറക്കുന്നില്ല. വീണ്ടും എന്തോ ഒരു സാധനം അവളെ വലിച്ചെടുത്ത് ക്ലോസറ്റിലോട്ട് കൊണ്ടുപോവാണ്. അതുമാത്രമല്ല അതിനുള്ളിൽ തന്നെ ഒരു ഡ്രില്ലർ ഉണ്ട്. ആരോ മനഃപൂർവ്വം ഡ്രില്ലർ വെച്ച് അവളുടെ ശരീരത്തിന്റെ താഴ്ഭാഗം തുറക്കാണ്. ഒരുപാടധികം രക്തം പോകുന്നുണ്ട്. ഒരുപാടധികം വേദനിച്ച് അവിടെ വെച്ച് തന്നെ അവള് ചത്തുപോവാണ്. എത്രയൊക്കെ അവള് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം അവൾ ആ ക്ലോസറ്റിനുള്ളിലോട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നെൽസൺ ഇതൊന്നും അറിയാതെ ആ റൂമിൽ അങ്ങനെ കിടപ്പുണ്ട്. കുറെ നേരമായില്ല അവള് പോയിട്ട്. അതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് അവൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ അവളെ കാണാനില്ല. പക്ഷെ അവിടെ ആയിട്ട് വാഷ്റൂം കാണുന്നുണ്ട്. അതിനുള്ളിൽ അവള് കാണുമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഡോറ് ചെന്ന് തുറക്കുകയാണ്. എന്നാൽ അത് നല്ല ടൈറ്റിലാണ് അടച്ചേക്കുന്നത്. അവൻ വലിച്ചു തുറക്കാനായിട്ട് നോക്കുമ്പോൾ താഴെ വന്ന് വീഴുന്നുണ്ട്. വീണ്ടും എണീറ്റിട്ട് അവൻ അതിന്റെ ഉള്ളിലോട്ട് കയറി നോക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കുക്കി ഇല്ല. പിന്നീട് അവൻ കുക്കീനെ തപ്പി വേറൊരു സ്ഥലത്ത് പോയി നോക്കുന്നുണ്ട്. അവിടെയും കുക്കി ഇല്ല. എന്തായാലും കുക്കീനെ കാണാത്ത വിഷമത്തിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് അവനെ പിടിക്കുന്നത്. അവൻ നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ അത് ജാക്കാണ്. ജാക്കിന് കണ്ണ് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വന്ന് പിടിക്കുന്നത്. ജാക്കിന് കുറെ ചീത്തയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകും. കാരണം ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ട് അവൻ. എന്തായാലും നെൽസൺ വീണ്ടും അന്വേഷിച്ച് നടക്കുമ്പോൾ കുക്കിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കൂടെ തന്നെ ട്രിപ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ട്രിപ്പ് നെൽസന്റെ കൂട്ടുകാരനാണല്ലോ. നെൽസന്റെയും അതുപോലെ തന്നെ കുക്കിയുടെയും ശബ്ദം ഒരു റൂമിൽ നിന്നാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നെൽസൺ തെറ്റിദ്ധരിക്കും. കുക്കിയും അതുപോലെ തന്നെ ട്രിപ്പും അവിഹിതമാണ് നെൽസണ് കുക്കി പറ്റിക്കുന്നതാണെന്ന്. പക്ഷെ ആ പെൺകുട്ടി മരണപ്പെട്ടു പോയെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അവൻ ആ ഡോറ് തുറക്കാനായിട്ട് നോക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതേ നേരം തന്നെ ജാക്ക് ആ റൂമിൽ അങ്ങനെ നിൽക്കുമല്ലേ. അതായത് നേരത്തെ നെൽസനെ കണ്ട ആ റൂമിൽ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ കാറിൽ എന്തോ തട്ടുന്നുണ്ട്. ജാക്ക് എന്താണെന്ന് നോക്കുമ്പോൾ അതൊരു മാനാണ്. ആ മാൻ അവിടെ ചത്തങ്ങനെ കിടപ്പുണ്ട്. എന്തായാലും ഇതേ നേരം നെൽസൺ അവന്റെ റൂമിൽ വന്നിരുന്നിട്ട് പാട്ട് കേട്ട് അങ്ങനെ വിഷമിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി അവനെ ചതിച്ചിട്ട് പോയെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കുക്കിയുടെയും അതുപോലെ ട്രിപ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ആരാ ഈ ശബ്ദം കേൾപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവൻ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ ആ പാട്ട് കേൾക്കുന്നത്. പെട്ടെന്നായിരിക്കും അവന്റെ കാലിൽ കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു രൂപം വന്ന് പിടിച്ചെടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ മറിഞ്ഞു വീഴുമെങ്കിലും വിട്ടുകൊടുക്കത്തില്ല. നല്ല ഇറുകി തന്നെ പിടിക്കുകയാണ്. എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കട്ടിലിന്റെ മുകളിൽ ചാടി കയറും. കട്ടിലിന്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതുപോലെ തന്നെ എന്തോ രീതിയിൽ സ്മെല്ല് എടുക്കുന്നുണ്ട്. എന്തോ അദൃശ്യ ശക്തിയുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ കട്ടിലിൽ കിടന്ന് ഒരു വലിയ ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. അത് അവന്റെ തലയിലൂടെ ഇടുകയാണ്. തൊട്ട് സൈഡിലായിട്ട് ഒരു ജനലുണ്ട്. അതുവഴി പുറത്തോട്ട് ചാടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും ആ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ തലയിൽ ഇട്ടിട്ട്. എന്നാൽ തലയിടിച്ച് താഴെ വീഴുകയാണ് ചെയ്തത്. വീണ്ടും അവ എണീറ്റിട്ട് വീണ്ടും ആ ജനൽ വഴി ചാടുമ്പോൾ ആ ജനൽ പൊട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെ അതൊക്കെ പൊട്ടി അവൻ പുറത്തു വന്ന് വീഴുകയാണ്. ആ ബെഡ്ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവന് വലുതായിട്ടൊന്നും പറ്റുന്നില്ല. എന്നാൽ ഇവൻ ചാടിയ നേരത്ത് വലിയൊരു പീസ് പൊത്ത് ഇവന്റെ കഴുത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറേയധികം ബ്ലഡ് പോയിട്ട് അവൻ ബോധം കെട്ട് താഴെ വീഴുകയാണ്. അവിടെ വെച്ച് തന്നെ അവൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ ശബ്ദം ഗ്രച്ച് കേൾക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഗ്രച്ച് പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവനെ വന്ന് വിളിച്ചെണീപ്പിക്കാൻ നോക്കുമെങ്കിലും നടക്കുന്നില്ല. അപ്പോഴായിരിക്കും ജാക്ക് കൂടെ അങ്ങോട്ട് വരുന്നത്. ജാക്ക് കാര്യം ചോദിക്കുമ്പോൾ ഗ്രച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രച്ചിന്റെ കയ്യിൽ ചോര പറ്റിയിരിപ്പുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു മാൻ ചത്ത് കിടപ്പുണ്ട്. അതിന്റെ രക്തമാണെന്ന് ജാക്ക് പറയുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവറിനെ കൂടെ വിവരം അറിയിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ ഡ്രൈവറിനെ വന്ന് കാണും. ഡ്രൈവർ ട്രക്കിനുള്ളിലാണല്ലോ. ട്രക്കിലിട്ട് കൊട്ടുമ്പോൾ ഡ്രൈവർ ഡോറ് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രച്ചും ജാക്കും കൂടെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറി വന്ന് നോക്കുമ്പോൾ അങ്ങേര് മരണപ്പെട്ട് കിടക്കുന്നതാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. ഇപ്പൊ ഗ്രച്ച് ജാക്കിനെ ഒരു സൈഡിൽ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് റേഡിയോ ഡിവൈസ് എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. ആ റേഡിയോ ഡിവൈസ് മാറ്റി മാറ്റി സിഗ്നൽ ഇടാൻ പറയുന്നുണ്ട്. ആരെങ്കിലും പുറത്തു നിന്ന് കോൺടാക്ട് ചെയ്താലോ. എന്നിട്ട് ആ റേഡിയോ ഡിവൈസും കൊടുത്തിട്ട് ഗ്രച്ച് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി പോവാണ്. ആ ട്രക്കിൽ നിന്ന് പുറത്തോട്ടിറങ്ങി കുക്കിനെയും അതുപോലെ തന്നെ ട്രിപ്പിനെയും കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അവരെ കൂടെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. എന്തായാലും ജാക്ക് ഓരോ ചാനലായിട്ട് മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. എന്നാലും സിഗ്നൽ കിട്ടുന്നില്ല. ഇതേ നേരം തന്നെ ഗ്രച്ച് ആ ഹോട്ടലിൽ തിരിച്ചു വന്നിട്ട് കുക്കിനെ
പിന്നെയും ട്രിപ്പിനെ അന്വേഷിക്കുകയാണ്. എന്നാൽ അവരെ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് റൂമിൽ വരുമ്പോൾ അവിടെ നിന്ന് ആ ചോര വരേണ്ട ബുക്ക് കിട്ടുന്നുണ്ട്. അതിരുന്ന് നോക്കുകയാണ്. ഇതേ നേരം തന്നെ ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ ആ റേഡിയോ ഡിവൈസ് വഴി സംസാരിക്കുമ്പോൾ ആരോ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിന്നെ ഞാൻ കൊല്ലും, നീ ആ ട്രക്കിൽ തന്നെ ഇരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ട് ജാക്ക് പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ട്രക്കിന്റെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഗ്രച്ചിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഗ്രച്ച് ഇത് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രച്ചിനെ അന്വേഷിച്ചിട്ട് ആ ട്രക്കിന്റെ വാതിലിലായിട്ട് ഒരു നൂല് കെട്ടുന്നുണ്ട്, ഒരു ചെറിയ വള്ളി. ആ വള്ളി കെട്ടിയിട്ട് ആ വള്ളിയും പിടിച്ച് ദൂരോട്ട് നടന്നു പോവാണ് ഗ്രച്ചിനെ അന്വേഷിച്ചിട്ട്. ഈ വള്ളിക്ക് ഒരുപാട് നീളം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോകാൻ പറ്റും. അതുപോലെ ഈ വള്ളി പിടിച്ചിട്ട് തിരിച്ച് ഈ ട്രക്കിന്റെ അടുത്ത് തന്നെ വരാനായിട്ടും പറ്റും. എന്തായാലും അവൻ നടന്ന് കാട്ടിലോട്ടാണ് പോകുന്നത്. ഹോട്ടൽ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ഗ്രച്ച റൂമിൽ ഇരിക്കുകയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് ഡ്രഗ് ഡീലർ വന്ന് നിപ്പുണ്ട്. അവന്റെ ദേഹത്തെല്ലാം ഒരുപാട് ചോരയും പറ്റിയിരിപ്പുണ്ട്. ഇവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്തോ സംശയം തോന്നിയിട്ട്. പക്ഷെ ഡ്രഗ് ഡീലർ അവിടെ ഇല്ല. എന്നാൽ അവൾ എണീറ്റ് നോക്കുമ്പോൾ വേറൊരു റൂം കാണുന്നുണ്ട്. ആ റൂമിനുള്ളിലോട്ട് കയറി നോക്കുമ്പോൾ ഭിത്തിയിലെല്ലാം ഒരുപാട് ചോര പറ്റിയിരിപ്പുണ്ട്. ഭിത്തിയിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ കൊല്ലും, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എന്തായാലും കൊല്ലും, നിങ്ങൾ മരണപ്പെടും എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട് ഗ്രച്ച് പേടിച്ചു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ ആ വള്ളിയും പിടിച്ച് അങ്ങനെ നടന്നു പോവാണ്. നടന്ന് ഏതോ കുന്നിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഗ്രച്ച്, അതുപോലെ തന്നെ മരിച്ചുപോയ നെൽസൺ, ട്രിപ്പ്, ഇവരെല്ലാരും സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആദ്യം ജാക്ക് വിചാരിക്കും ഇവരെല്ലാരും ജാക്കിനെ പറ്റിക്കാനായിട്ട് നോക്കുന്നതാണെന്നാണ്. പക്ഷെ അതല്ല സംഭവം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നോടാനായിട്ട് തുടങ്ങും. ഓടുന്ന നേരത്ത് അവൻ മറിഞ്ഞു വീഴാണ്. ഗ്രച്ചിനെ പേരും വിളിക്കുന്നുണ്ട്, ഗ്രച്ച് എവിടാന്ന് അന്വേഷിച്ചിട്ട്. എന്നാൽ ഗ്രച്ച് ഇത് കേൾക്കുന്നില്ല. എന്തായാലും അവൻ വീണ്ടും എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങും. അവന്റെ പിന്നാലെ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഇതേ നേരം തന്നെ ഗ്രച്ച് ജാക്കിനെ അന്വേഷിച്ച് ട്രക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ട്രക്കിൽ വന്ന് നോക്കുമ്പോൾ അവനെ കാണാനായിട്ടില്ല. വീണ്ടും ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ അതുവഴി നടന്നു പോകുമ്പോൾ അവന് കാഴ്ചയില്ലെങ്കിലും എന്തോ വെളിച്ചം അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് എന്തോ ഒരു രൂപം അവന്റെ മുന്നിലൂടെ അങ്ങനെ നടക്കുകയാണ്. അത് എന്തോ ഒരു അദൃശ്യ ശക്തിയാണ്. അത് വന്നിട്ട് അവനെ ആക്രമിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്തോ കാലനാണ് അത് കേട്ടോ. അതായത് ഈ ആത്മാക്കളൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു സാധനമില്ലേ, അതാണ്. ഇപ്പൊ അത് വരുമ്പോൾ അവന് നല്ല രീതിയിൽ സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്മെല്ലടിക്കുന്നത് ആ രൂപം വരുമ്പോഴാണ്. എന്തായാലും അത് താങ്ങാൻ വയ്യാതെ അവൻ തളർന്ന് താഴെ ഇരിക്കുകയാണ്. അവന് ശ്വാസം വിട്ടുന്നുണ്ട്. അത് വന്ന് അവനെ ഉപദ്രവിക്കുമ്പോൾ ഗ്രച്ച് ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ട്. അവൾ അടുത്തോട്ട് ഓടി വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ രൂപത്തിന് നേരെ ആരോ ഷൂട്ട് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, ട്രിപ്പാണ്. ട്രിപ്പ് മരണപ്പെട്ടിട്ടില്ല. എന്തായാലും ആ രൂപം ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ട്രിപ്പ് ഗ്രച്ചിനോട് അവനെ വിളിച്ചിട്ട് അവിടെ നോടാനായിട്ട് പറയും. അങ്ങനെ അവൾ അവനെയും വിളിച്ചിട്ട് ട്രിപ്പിന്റെ അടുത്ത് വരുന്നുണ്ട്. ട്രിപ്പിനെ നോക്കുമ്പോൾ അവനൊരു കൈയില്ല. ആ രൂപം അവന്റെ ഒരു കൈ വെട്ടിയെടുത്തു. എന്തായാലും ഇവരെല്ലാരും കൂടെ നേരെ ചെല്ലുന്നത് സ്റ്റോർ റൂമിലാണ്. അവിടെ ചെന്ന് എന്തെങ്കിലും ആയുധങ്ങൾ കിട്ടുമെന്ന് നോക്കുകയാണ്. ഈ ട്രിപ്പിന് നല്ല ദേഷ്യമുണ്ട്. കാരണം അവന്റെ ഒരു കൈ പോയത് കൊണ്ട് തന്നെ അതിനോട് പ്രതികാരം ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ജാക്കും അതുപോലെ തന്നെ ഗ്രച്ചും പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. എന്തായാലും ഗ്രച്ച് ഇപ്പൊ പുറത്ത് നിൽക്കുകയാണ്, ആ റൂമിന്റെ പുറത്ത്. അപ്പോഴായിരിക്കും ആ രൂപം അങ്ങോട്ട് വരുന്നത് അവൾ ആക്രമിക്കാനായിട്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ട്രിപ്പിന് ദേഷ്യം വന്നിട്ട് ആ രൂപത്തിന് നേരെ ഫൈറ്റ് ചെയ്യുന്നത്. ഇതേ നേരം തന്നെ ഗ്രച്ച് ജാക്കിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് അവന്റെ കയ്യിലിരിക്കുന്ന തോക്കുണ്ടല്ലോ അതെടുത്ത് ഗ്രച്ചിനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ ആ ഒരു തോക്ക് എടുക്കുകയാണ്. എന്തായാലും ആ രൂപത്തിന് ട്രിപ്പിനൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ രൂപം ട്രിപ്പിന് ഒരു ഡ്രില്ലർ എടുത്ത് കുത്തി കുത്തി കൊന്നുകളയാണ്. വളരെയധികം മൃഗിയായിട്ട് അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവൻ മരിക്കുന്ന നേരത്ത് പല കാര്യങ്ങളും അവൻ കൺമുമ്പിൽ കാണുന്നുണ്ട്. എന്നാൽ വ്യക്തതയില്ല. ഇതേ നേരം തന്നെ ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും കൂടി ഇത് കണ്ട് പേടിച്ചിട്ട് ട്രക്കിന്റെ അടുത്ത് ഓടി വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ആ തോക്കും ഉണ്ട്. എന്തായാലും അവർ രണ്ടുപേരും കൂടെ ട്രക്കിന്റെ മുകളിൽ അങ്ങനെ കയറി നിൽക്കുകയാണ്. ആ രൂപം വരുമ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്തായാലും ഇപ്പൊ ഗ്രച്ച് ജാക്കിനെ ആ ട്രക്കിന്റെ മുകളിലാക്കി കയ്യിൽ തോക്കും കൊടുക്കുന്നുണ്ട്. ജാക്കിന് സാധാരണ കാര്യങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു പ്രേതത്തിനെ കാണാനായിട്ട് പറ്റും, ഒരു വെളിച്ചം പോലെ. അപ്പൊ അതിന് നേരെ ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഗ്രച്ച് വന്ന് ട്രക്ക് എടുക്കുന്നുണ്ട്. ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സിൽ അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. എന്നാൽ കുറച്ച് ദൂരം റിവേഴ്സ് എടുത്തതും അതിന്റെ എണ്ണ തീർന്നിട്ട് അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരത്തെ നമ്മുടെ ട്രിപ്പ് എണ്ണ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ എണ്ണ കുപ്പി അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഇപ്പൊ ഗ്രച്ച് ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ട്രക്കിന്റെ മുകളിൽ കയറുന്നുണ്ട്. ജാക്കിന്റെ ആ ഒരു തോക്കങ്ങ് വാങ്ങാണ്. അപ്പോഴായിരിക്കും ജാക്ക് പറയുന്നത് സൈഡിലായിട്ട് ആ ഒരു പ്രേതം നിപ്പുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ഗ്രച്ച് അതിനെ കണ്ടിട്ട് അതിനെ ഷൂട്ട് ചെയ്യാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയിട്ട് വീണ്ടും വരും. വീണ്ടും അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റൂ. അന്നേരം ആയിരിക്കും ഗ്രച്ച് ആ ഒരു എണ്ണക്കുപ്പി അവിടെ കാണുന്നത്. അത് എടുത്തിട്ട് ട്രക്കിൽ ഒഴിക്കണം, അല്ലെങ്കിൽ അവരുടെ കാറിൽ ഒഴിച്ചാലും മതി. ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ജാക്കിനോട് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടെ ആ പ്രേതത്തിനെ പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഗ്രച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണാനില്ല. ജാക്കിനെ കാണാനില്ല. ജാക്ക് എവിടെ പോയെന്ന് നോക്കിയപ്പോൾ അവൻ താഴെ മറിഞ്ഞു വീണേക്കാണ്. അവൻ പതിയെ എണീറ്റ് വീണ്ടും ട്രക്കിന്റെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു രൂപം വന്ന് ജാക്കിനെ ആക്രമിക്കുന്നത്. അവന്റെ തലയിൽ ഡ്രില്ലർ കുത്തിയിറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് ഗ്രച്ചിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് തെറിച്ചു പോവാണ്. അതുപോലെ തന്നെ ഗ്രച്ച് ജാക്കിനെ കയറി പിടിക്കുന്നുണ്ട്, ആ ഒരു രൂപത്തിന് ഇട്ട് കൊടുക്കാതെ. അതുപോലെ സൈഡിൽ കിടക്കുന്ന ആ തോക്ക് എത്തി പിടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ എടുത്തിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്തായാലും അത് പോയതും ഗ്രച്ച് അവനെ എടുത്തിട്ട് അവളുടെ ട്രക്കിന്റെ അടുത്ത് വരുന്നുണ്ട്. അതായത് ആ ഒരു ചെറിയ കാറില്ലേ അതിന്റെ അടുത്ത് വരുന്നുണ്ട്. അവനെ പിന്നിലായിട്ട് കിടത്തുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ ആ എണ്ണക്കുപ്പിയുടെ അടുത്തോട്ട് ഓടുകയാണ്. ആ എണ്ണക്കുപ്പി എടുക്കുമ്പോൾ അങ്ങോട്ട് ഡ്രഗ് ഡീലർ
വരുന്നുണ്ട്. അവൻ വന്നിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവളെ ബലമായിട്ട് കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും അങ്ങോട്ട് ആ ഒരു രൂപം വരുന്നത്. ഇതിനെ കണ്ട് പേടിച്ചിട്ട് അവൻ അവളെ വെറുതെ വിടുകയാണ്. എന്നാൽ അവള് ആ ഒരു ഡ്രഗ് ഡീലറിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണാനുമില്ല. ഇപ്പൊ എന്താ സംഭവം അവൾക്ക് മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നോടി ട്രക്കിന്റെ അടുത്ത് വരുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാറിൽ കയറുന്നുണ്ട്. അതെടുത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ഗ്ലാസ് ഒക്കെ ഫുൾ ഇടുകയാണ്. അന്നേരം അവൾക്ക് നല്ല രീതിയിൽ സ്മെല്ല് അടിക്കുന്നുണ്ട്. ആ ഒരു രൂപം അവളുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സത്യമാണ്, സൈഡിലായിട്ട് ആ രൂപം വന്ന് അങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് ആ രൂപം എത്രയും പെട്ടെന്ന് തന്നെ ട്രക്കിന്റെ മുകളിൽ, അതായത് ഈ കാറിന്റെ മുകളിൽ ചാടി കയറുകയാണ്. ഇത് കുത്തി തുറക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഗ്രച്ച് വെറുതെ വിടത്തില്ല. അവള് കാറ് മുമ്പോട്ടെടുക്കുകയാണ്. കാറ് മുമ്പോട്ടെടുക്കുമ്പോൾ ഇത് മണ്ടനാണ്, ബോധമില്ല. ഇത് മറിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. വീണ്ടും അതിനെ കൊണ്ടുവച്ച് ഇടിക്കുന്നുണ്ട്. അവസാനം ഇടിച്ചിടിച്ച് മുമ്പിലായിട്ട് ആ ട്രക്ക് കിടപ്പുണ്ട്. അതിലൂടെ കൊണ്ടുവച്ച് ചേർത്ത് ഇടിക്കുകയാണ്. ആ ട്രക്കും കാറും കൂടെ പൊങ്ങുന്നുണ്ട്. അവസാനം താഴെ വന്ന് വീഴുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഗ്രച്ചിന് ബോധം വന്നിട്ട് അവള് ട്രക്ക് പിന്നിലോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ആ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ രാത്രി സമയം മാറിയിട്ട് പതിയെ പതിയെ പകലാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നിലായിട്ട് നമ്മുടെ ജാക്കും കിടപ്പുണ്ട്. എന്തായാലും പകലാവുകയാണ്. അവർ ആ റോഡിലൂടെ അങ്ങനെ കാർ ഓടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ആ പിശാച് ഇതുവരെ പോയിട്ടില്ല. അതുവരെ ഫോളോ ചെയ്തിട്ട് വീണ്ടും വണ്ടി വന്ന് പിടിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. വണ്ടി വലിച്ചു തുറന്ന് അതിനുള്ളിൽ കയറാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഗ്രച്ച് വെറുതെ വിടത്തില്ല. കാർ ഒരു സൈഡിലോട്ട് വെട്ടിച്ച് മാറ്റാണ്. അവസാനം ഈ വണ്ടി കുത്തി മറിഞ്ഞ് വലിയൊരു ആക്സിഡന്റ് തന്നെ ആവുന്നുണ്ട്. എന്തായാലും ഗ്രച്ചിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അന്നേരമായിരിക്കും ഗ്രച്ചിനെ ഒരാൾ വന്ന് വലിച്ചെടുത്ത് കാറിന്റെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. അത് മറ്റാരുമല്ല, ഡ്രഗ് ഡീലറാണ്. അവൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അവൾക്ക് CPR ഒക്കെ കൊടുത്ത് അവൾക്ക് ബോധം കൊണ്ടുവരികയാണ്. എന്നാൽ അവൾ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവൻ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. പിന്നീട് ഈ ആക്സിഡന്റ് ആയെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവൻ പോലീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഗ്രച്ചിനെയും അതുപോലെ തന്നെ ജാക്കിനെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാറിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. മരണപ്പെട്ടു പോയ എല്ലാ ആൾക്കാരും. ആ ബോഡികളെല്ലാം ആൾക്കാർ കളക്ട് ചെയ്യാണ്. അതായത് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. ആ കാറിനുള്ളിൽ വെച്ചാണ് എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പോലീസ് ഓഫീസേഴ്സിന്റെ കൂടെ ഒരു ലേഡി ഉണ്ട്. അവര് നിന്ന് കരയുന്നുണ്ട്. അവര് മറ്റാരുമല്ല, ട്രക്ക് ഡ്രൈവറിന്റെ ഭാര്യയാണ്. അവര് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിലോട്ട് നമുക്ക് പോയാലോ. നേരത്തെ ഇവർ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയില്ലായിരുന്നോ, ട്രിപ്പിനെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി വിടാനായിട്ട്. അവന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ മറ്റേ ഡ്രഗ് ഡീലർ അവരെ തേടി ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പിനെ തേടി അവന്റെ ആ ഒരു ഡ്രഗ് ഒക്കെ തിരിച്ചു വാങ്ങാനായിട്ട്. അങ്ങനെ ആ ഒരു ഡ്രഗ് ഡീലർ കാർ മുമ്പിൽ കൊണ്ടുവന്ന് ഒതുക്കിയപ്പോൾ മറ്റേ ട്രക്ക് ഡ്രൈവറിന്റെ ട്രക്ക് കൺട്രോൾ തെറ്റിയിട്ട് ഒതുക്കിയിട്ടിരുന്ന ഗ്രച്ചിന്റെ ഒക്കെ കാറിൽ കൊണ്ടുവച്ച് ഇടിച്ചു. അങ്ങനെ വലിയൊരു ആക്സിഡന്റ് നടന്നു. ഇതെല്ലാം ഭാര്യ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ആക്സിഡന്റിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയി. ട്രക്ക് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും മരണപ്പെട്ടു പോയി. ആകെ അവശേഷിക്കുന്നത് ഭാര്യ, അതുപോലെ തന്നെ ഗ്രച്ച്, ജാക്ക്. എന്നാൽ മറ്റില്ല, അവനെ വണ്ടി തട്ടിയില്ലായിരുന്നു. ആരെ, ഡ്രഗ് ഡീലറിനെ. അവനാണ് എല്ലാ ആൾക്കാരെയും രക്ഷപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് പരലോകത്ത് നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മനസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിയാണ്. ഇപ്പൊ ഗ്രച്ചും അതുപോലെ തന്നെ ജാക്കും നല്ല സ്നേഹത്തിലാണ്. രണ്ടുപേരും കൂടെ നല്ല സ്നേഹത്തിൽ നടന്നു പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.